സ്ലേവ് ബ്രീഡിംഗ് ബ്രസീലിലെ വളരെ ക്രൂരമായിരുന്ന ഒരു സ്ലേവറി സിസ്റ്റം ആയിരുന്നു. എന്താണ് ഈ സ്ലേവ് ബ്രീഡിംഗ്? അതായത് കൂട്ടത്തിലെ ഏറ്റവും കരുത്തരും ആരോഗ്യവാനുമായ പുരുഷ അടിമകളെ സ്ത്രീ അടിമകളെ നിർബന്ധിതമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുത്തും. എന്തിനു വേണ്ടി? ഇത്തരം കരുത്തന്മാരായ ആണുങ്ങൾ ജന്മം കൊടുക്കുന്ന കുട്ടികൾ ജനറ്റിക്കലി വളരെ സ്ട്രോങ് ആയിരിക്കും. വെറും അടിമപ്പണിക്ക് വേണ്ടി മാത്രം ജനിക്കുന്ന ഒരു തലമുറയെ സൃഷ്ടിക്കുക എന്നത് മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം. ബ്രസീൽ അന്ന് ഭരിച്ചിരുന്ന പോർച്ചുഗീസ് രാജാവായിരുന്ന കിങ് ജാബോ മൂന്നാമന്റെ കാലത്തായിരുന്നു ഈ സിസ്റ്റം തുടങ്ങി വെച്ചത്. ഇങ്ങനെ തിരഞ്ഞെടുക്കുന്ന ആണുങ്ങളെ സ്ലേവ് ബ്രീഡർ എന്നായിരുന്നു വിളിക്കുക. 20 മുതൽ 30 വയസ്സുള്ള അടിമകളായ പുരുഷന്മാരെ മാത്രമായിരുന്നു ഇതിനായി തിരഞ്ഞെടുക്കുക. ഈ പ്രായത്തിനുള്ളിൽ ഒരു സ്ലേവ് ബ്രീഡർ ശരാശരി 200 മുതൽ 300 കുട്ടികൾക്ക് ജന്മം നൽകും. ഇത്തരം സ്ലേവ് ബ്രീഡേഴ്സിന് രാജാക്കന്മാർ പ്രത്യേകം പരിഗണന നൽകിയിരുന്നു. അവർക്കായി പോഷകാഹാരങ്ങളും നല്ല വസ്ത്രങ്ങളും താമസ സൗകര്യങ്ങളും നൽകിയിരുന്നു. ഓരോ സെഷൻ കഴിയുമ്പോഴും 1 മണിക്കൂർ ഇടവേളയും കൊടുത്തിരുന്നു. പക്ഷേ ഈ ആനുകൂല്യങ്ങളൊന്നും അവരോടുള്ള സ്നേഹം കൊണ്ടല്ല. അവരിലൂടെ ജനിക്കുന്ന കുട്ടികൾക്ക് നല്ല ആരോഗ്യം ഉണ്ടാകണം. പക്ഷേ ഇവർക്ക് ജനിച്ച കുട്ടികളെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. അച്ഛൻ്റെയോ അമ്മയോ സ്നേഹം കിട്ടാതെ വെറും അടിമപ്പണിക്ക് വേണ്ടി മാത്രം ജനിച്ച പാവങ്ങൾ.